നമ്മൾ തന്നെ നമ്മൾ കുട്ടികളെ ശ്രദ്ധിക്കുമ്പോൾ അറിയാം, ചുമ്മാ ഇരിക്കുമ്പോഴാണെങ്കിലും അവർ ചെറുതായിട്ട് ലിപ്പൊന്ന് തുറന്നിട്ടുണ്ടാവും. അവരുടെ ബ്രീത്തിങ് മുഴുവൻ വായിക്കൂടെയാണ്. നമ്മുടെ മൂക്കിൽ കൂടെ എടുക്കുന്ന ശ്വാസം, നമ്മുടെ മൂക്കൊരു ഫിൽട്ടറാണ്. ഈ ഫിൽട്ടർ അതിൻ്റെ പൊടിയും കാര്യങ്ങളും എല്ലാം ഫിൽട്ടർ ചെയ്ത് അതിൻ്റെ ടെമ്പറേച്ചറും കൺട്രോൾ ചെയ്തിട്ടാണ് നമ്മുടെ ശ്വാസം പുറത്തുനിന്നുള്ളത് നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ അകത്തേക്ക് ചെല്ലുന്നത്. വായിക്കൂടെ ഇതൊന്നുമില്ല. പേന, പെൻസിൽ, അല്ലെങ്കിൽ ഇവർ ബോട്ടിൽസ് ഓപ്പൺ ചെയ്യും, ചിലർ ഐസ് കടിക്കും, ചിലർ വളരെ റെയറായിട്ട് കണ്ടിരിക്കുന്ന അരി, വേവിക്കാത്തല്ല വെറും അരി കടിക്കുന്നവർ, ചൂ ചെയ്യുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ കടിച്ച് തുറക്കുക അല്ലെങ്കിൽ കടിക്കുക, ഇത് ക്രാക്ക് വരും, ഇനാമൽ ക്രാക്സ് വരും. ഇവിടെയൊക്കെ വായിൽ ഇപ്പോൾ ഒരു പല്ല് എടുത്തിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അറിയാണ്ട് ഈ നാക്ക് അവിടെ പോയി തപ്പിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതാണ്. നാക്ക് ഭയങ്കര സെൻസിറ്റീവാണ്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനെ പല്ല് എടുത്തിട്ടാണേലും അവിടെ പോയി തള്ളിക്കൊണ്ടിരിക്കും. അതായത് ഒരു അൺനെസസറി ഫോഴ്സ് അവിടെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. ഇതും പല്ലിനെയൊക്കെ പൊന്തിക്കാനുള്ള കാരണമാവും. ഈ റീൽസാണ് ഏറ്റവും പ്രശ്നം. കാരണം നമ്മുടെ മെമ്മറി, അത് വലിയവരിലും മെമ്മറിയെ ഭയങ്കര ഷോർട്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹായ്, ഹലോ, ഡോക്ടർ ടോക്കിലേക്ക് സ്വാഗതം. ഡോക്ടർ ടോക്കിൽ ഇന്ന് സഞ്ജീവനി ഹോസ്പിറ്റൽ ചങ്ങനാശ്ശേരിയിലെയും ഭാരത് ഹോസ്പിറ്റൽ കോട്ടയത്തെയും കൺസൾട്ടന്റ് ഡെന്റൽ സർജൻ ആയിട്ടുള്ള ഡോക്ടർ നന്ദകിഷോറാണ് ചേരുന്നത്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. ഡോക്ടർ, നമ്മൾ ഡെന്റൽ ഹാബിറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളിലെ കുറച്ച് ഹാബിറ്റ്സ്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, കുട്ടികളിൽ ഈ വായ തുറന്ന് ഉറങ്ങുന്ന ശീലമുണ്ട്. അത് ആക്ച്വലി നാച്ചുറലായിട്ട് വരുന്നതാണോ, അത് അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണോ അത്? കുട്ടികളുടെ ഹാബിറ്റ്സിനെ പറ്റി പറയുമ്പോൾ അവരുടെ ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസിൽ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ ടൈമുകളിൽ വരുന്ന കുറച്ച് ശീലങ്ങൾ അത് നാച്ചുറലായിട്ടുള്ളത് തന്നെയുണ്ട്. ഇപ്പം വാ തുറന്നുറങ്ങുന്നത്, അല്ലെങ്കിൽ അവർക്ക് വിരൽ കുടിക്കുന്നത്, വിരൽ വായിലേക്ക് വെക്കുക, അതായത് നമ്മൾ കുഞ്ഞ് ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു സ്റ്റേജിൽ, ഓറൽ സ്റ്റേജ് എന്ന് തന്നെ പറയും. കൈ കിട്ടുന്ന എന്തും വായിൽ വെക്കാനുള്ള ടെൻഡൻസി, വിരൽ വെക്കും, കാൽ വിരൽ വെക്കുന്ന കുട്ടികളുണ്ട്. അതൊക്കെ ഒരു നോർമൽ ഫിനോമിനനാണ്. ഇത് പെർസിസ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിലാണ് അതിനെ നമുക്ക് നിർത്തേണ്ടതായിട്ട് വരിക, സ്റ്റോപ്പ് ചെയ്യേണ്ടി വരിക. നോർമലി ഇതൊരു 3 years ഒക്കെ ഉള്ളിൽ അത് തന്നെ അത് സ്റ്റോപ്പ് ആവും. പക്ഷേ ഇൻ കേസ് അത് ആവുന്നില്ല, അത് പെർസിസ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കത് പ്രശ്നമായിട്ട് മാറും. അവരുടെ ഹെൽത്തിനെ, കംപ്ലീറ്റ് ഹെൽത്തിനെ അത് ബാധിക്കാറുണ്ട്. ഇപ്പോൾ വാ തുറന്നുറങ്ങുന്നതിനെ പറ്റി പറയുകയാണെങ്കിൽ മൗത്ത് ബ്രീത്തിങ് എന്നാണ് പൊതുവെ നമ്മൾ പറയുന്ന ടേംസ്. മൗത്ത് ബ്രീത്തിങ് കുട്ടികളിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് നേസൽ ബ്രീത്തിങ്ങിന് പ്രശ്നമുള്ളപ്പോൾ, അതായത് മൂക്കിൽ കൂടെ ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള കണ്ടീഷനിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഇത് കാണാറ്. അതായത് ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ അഡിനോയിഡ്, ടോൺസിൽ, ഇങ്ങനെയുള്ളതൊക്കെ വന്നിട്ട് മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നത് ബ്ലോക്കായിപ്പോയി. അങ്ങനെ വരുമ്പോൾ കുട്ടികൾ നോർമലി വായിക്കൂടെ ശ്വാസം എടുക്കാൻ തുടങ്ങും. ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് നമ്മളത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ, ഇത് പെർസിസ്റ്റ് ചെയ്ത് പോവുകയാണ്, ട്രീറ്റ് ചെയ്തില്ല, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ കംപ്ലീറ്റ് ഹെൽത്തിൻ്റെ പ്രശ്നം. വായുടെ ഹെൽത്ത് മാത്രമല്ല, നമുക്ക് കൂടുതലും കുട്ടികൾ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് കംപ്ലീറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻസ് വരുന്നു, അല്ലെങ്കിൽ ഇടയ്ക്ക് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ വരുന്നു, അലർജി വരുന്നു, തുമ്മൽ വരുന്നു. ഇതൊക്കെ ആയിരിക്കും അവരുടെ സിംറ്റംസ് ആയിട്ട് അവർ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവുക. ഇങ്ങനെയുള്ള സിംറ്റംസ് വരുമ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്ന അവരുടെ ഒന്നുമില്ല, വെറുതെ അവരോട് സംസാരിച്ചിരിക്കും. അപ്പോൾ അവർ ഇതെങ്ങനെ അവർ ലിപ്പ് വെക്കുന്നതെന്ന് നോക്കും. നമ്മൾ തന്നെ നമ്മൾ കുട്ടികളെ ശ്രദ്ധിക്കുമ്പോൾ അറിയാം, ചുമ്മാ ഇരിക്കുമ്പോഴാണെങ്കിലും അവർ ചെറുതായിട്ട് ലിപ്പൊന്ന് തുറന്നിട്ടുണ്ടാവും. അവരുടെ ബ്രീത്തിങ് മുഴുവൻ വായിക്കൂടെയാണ്. നമ്മുടെ മൂക്കിൽ കൂടെ എടുക്കുന്ന ശ്വാസം, നമ്മുടെ മൂക്കൊരു ഫിൽട്ടറാണ്. ഈ ഫിൽട്ടർ അതിൻ്റെ പൊടിയും കാര്യങ്ങളും എല്ലാം ഫിൽട്ടർ ചെയ്ത് അതിൻ്റെ ടെമ്പറേച്ചറും കൺട്രോൾ ചെയ്തിട്ടാണ് നമ്മുടെ ശ്വാസം പുറത്തുനിന്നുള്ളത് നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ അകത്തേക്ക് ചെല്ലുന്നത്. വായിക്കൂടെ ഇതൊന്നുമില്ല. വായിക്കൂടെ എടുക്കുമ്പോൾ ഇവർക്ക് കംപ്ലീറ്റ് എപ്പോഴും ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത കൂടും. അതുപോലെ ഇവരുടെ വായിലെ മോണയൊക്കെ എപ്പോഴും ഇൻഫെക്റ്റഡ് ആയിരിക്കും, ഒരുപാട് കേട് വരും, വായ എപ്പോഴും ഡ്രൈ ആയി പോവും, അതുപോലെ പല്ലുകൾ പൊങ്ങും. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് വരും. ഒരു ഡെൻ്റൽ പ്രോബ്ലത്തിനേക്കാൾ ഉപരി ഇവർ ഒരുപാട് സിസ്റ്റമിക് പ്രശ്നങ്ങളും അസുഖങ്ങളും എപ്പോഴും വന്നുകൊണ്ടിരിക്കാൻ തുടങ്ങും. ഇതിങ്ങനെ വരുമ്പം, ഇത് കണ്ടിന്യൂ ചെയ്യുമ്പം ഇവരുടെ മേൽ ചുണ്ട് അത് വീക്കാവും, അതിൻ്റെ ലെങ്ത് വീക്കാവും, അടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. കാരണം പല്ലും പൊങ്ങി, ഇവരുടെ മേൽപ്പല്ലുകളെല്ലാം പൊങ്ങി, അവരുടെ മേളിലത്തെ താടി, അതായത് മേൽത്താടി, നമ്മുടെ ഈ ജോയുടെ വീതി കുറഞ്ഞു, അത് നാരോയായി. അതായത് ഇവരുടെ ഫേസ് തന്നെ കുറച്ച് മാറ്റങ്ങൾ, ആ ഡെവലപ്പിംഗ് സ്റ്റേജിൽ ഫേസ് തന്നെ മാറാനുള്ള, ഫേസിൻ്റെ സ്ട്രക്ചർ തന്നെ മാറാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതെപ്പോഴും ഒരു 3 years ഒക്കെ കഴിഞ്ഞിട്ടും ഇതിങ്ങനെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഡെൻറ്റിസ്റ്റിനെ കാണിച്ച് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. ENT കാണിക്കേണ്ടി വന്നാൽ അതും. അപ്പോൾ പലർക്കും ഈ അഡിനോയിഡ്സിൻ്റെ പ്രശ്നം കാണിക്കാറുണ്ട്. അപ്പോൾ അതിനും ട്രീറ്റ് ചെയ്ത് നേസൽ പാസേജ് അല്ലെങ്കിൽ നേസൽ ബ്രീത്തിങ്ങിന് വേറെ കുഴപ്പമില്ലാന്ന് ഉറപ്പാക്കിയിട്ട് ഡെൻ്റലിൻ്റെ ട്രീറ്റ്മെൻറ്റ്സും ചെയ്തെടുക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ അവർക്ക് വളർന്നു വരുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായിക്കൊണ്ടേയിരിക്കുകയുള്ളൂ. ഇപ്പോൾ ഈ തംസക്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞില്ലേ, വായിൽ വിരലിട്ടുകൊണ്ടിരിക്കുക, അങ്ങനെ ഒരു ഹാബിറ്റ് വരും. അപ്പോൾ ഇത് ഏത് പ്രായം വരെ കാണും?
തം സക്കിങ് യൂഷ്വലി ഒരു 3 ഇയേഴ്സിനുള്ളിൽ അല്ലെങ്കിൽ 3 to 4 ഇയേഴ്സ് വരെ പറയാം. പലരും പല ഏജിലാണ് നോക്കുന്നത്. 3 to 4 ഇയേഴ്സിനുള്ളിലൊക്കെ ഇവർ തന്നെ സ്റ്റോപ്പാക്കും. ഇത് സ്റ്റോപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ട്രീറ്റ് ചെയ്യണം. ആക്ച്വലി നമുക്ക് ഇതിൻ്റെ കോഴ്സ് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഈ തം സക്കിങ് എന്തുകൊണ്ട് വരുന്നു? ഫസ്റ്റിൽ ഡെവലപ്പിംഗ് സ്റ്റേജിൽ നോർമലി ഉള്ള ഓറൽ ഫേസ് കൊണ്ടുവരും. ഇത് പേഴ്സിസ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ അങ്ങനെയും വരാം. പിന്നെയുള്ളത് ഇവർക്ക് സ്ട്രെസ്സ് വരുമ്പോൾ വരും. ചില കുട്ടികൾ ആ സ്ട്രെസ്സിനെ, ആങ്സൈറ്റിയെ കോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലഷർ ആയിട്ട് ഇത് ചെയ്യാറുണ്ട്, ഹാബിച്വലായിട്ട് ചെയ്യാറുണ്ട്. ചിലവർക്ക് ഈ മൂത്ത കുട്ടികൾ, ഇളയ കുട്ടി ഉണ്ടാകുമ്പോൾ മൂത്ത കുട്ടിക്ക് കൺസെൻട്രേഷൻ കുറയുന്നു എന്ന് തോന്നുമ്പോഴും അവർക്കൊരു സൈക്കോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് അത് അവരിത് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് വരുമ്പോഴും ഈ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് വായയുടെ കംപ്ലീറ്റ് ഹെൽത്തിനെ ഇത് ബാധിക്കും. ഇവരുടെ കൈക്ക് വരെ ഇൻഫെക്ഷൻസ് ഉണ്ടാവും. ഒരുപാട് സ്ഥിരമായിട്ട് ഈ തം സക്കിങ് ചെയ്യുന്ന കുട്ടികളുടെ കൈ നോക്കിയാൽ ഇവിടെ ഒരു തഴമ്പ് പോലെ വന്നിട്ടുണ്ടാവും. അത്രയും അവർ സക്ക് ചെയ്യാണ്. ഇത്രയും നല്ല ശക്തിയിലായിരിക്കും അവർ വലിക്കുന്നത്. നല്ല ശക്തി വലിക്കുമ്പം നേരത്തെ പറഞ്ഞു വിട്ട് ഈ താടിയല് അത് ചുരുങ്ങും. കാരണം ശക്തി വലിച്ചുകൊണ്ടിരിക്കും, ഇത് ചുരുങ്ങും. ഇങ്ങനെ ചുരുങ്ങുമ്പം അവർക്ക് ബ്രീത്തിങ് പ്രശ്നം വരും. അത് മൗത്ത് ബ്രീത്തിങ്ങിലേക്ക് ലീഡ് ചെയ്യും. ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡാണ്, ലീഡ് ചെയ്യും. അതുപോലെ നമ്മൾ ഈ തമ്പ് കൊണ്ട് എപ്പോഴും പ്രഷർ കൊടുക്കുന്നുണ്ട് മേൽപ്പല്ലെല്ലാം പൊങ്ങും. നമ്മൾ യൂഷ്വലി കടിക്കുമ്പോൾ അല്ലെങ്കിൽ വായ അടച്ചു വെക്കുമ്പോൾ നമ്മുടെ മേൽപ്പല്ലും താഴത്തെ പല്ലും ഒന്ന് കവർ ചെയ്ത് നിൽക്കുന്നത്. ഇവർക്ക് ആ കവറിങ് ഉണ്ടാവില്ല. ചിലപ്പോൾ ഓപ്പൺ ബൈറ്റ് എന്ന് പറയും, ഒരു ഹോള് പോലെ, ഒരു ഗുഹ പോലെ ഇരിക്കും. അങ്ങനെ ഉണ്ടാവാം. പിന്നെ ഇവരുടെ ഫേസ് തന്നെ മാറും. പീജൻ ഫേസ് എന്നൊക്കെ പറയും. ഈ താടി താഴോട്ട് താന്ന് ഇവിടെ ഒന്ന് പൊങ്ങി ഒരു പ്രാവിൻ്റെയൊക്കെ ഫേസിൻ്റെ സ്റ്റൈലിലേക്കൊക്കെ വരാം. അത്രയും സിവിയറായിട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതൊരു ക്ലാസിക്കൽ സിംറ്റമായിട്ടാണ് പറയുന്നത്. ഇതിനെയും ഒരു 3 വയസ്സ് കഴിഞ്ഞിട്ട് ഇവർ നിർത്തുന്നില്ലെങ്കിൽ അവർക്ക് ഹെൽപ്പ് ചെയ്യുക. ആദ്യം നമ്മൾ കാരണം കണ്ടുപിടിക്കണം എന്താണ്. ഇത് രക്ഷകർത്താക്കൾക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. എന്തുകൊണ്ട് എന്നുള്ളത് അവരൊന്ന് ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് ഇവരെ ഒരിക്കലും നമ്മൾ നിർത്തട അല്ലെങ്കിൽ നിർത്തടി എന്ന് പറഞ്ഞ് കുട്ടികളെ ഇത് വലിച്ചു മാറ്റാൻ ശ്രമിക്കരുത്. അവർക്കൊരു നെഗറ്റീവ് ഫീലിംഗാണ് വരുന്നത്. അതിന് പകരം അവർ കുറച്ച് സമയം നിർത്തി അല്ലെങ്കിൽ ചെയ്യുന്നില്ല എന്ന് കാണുമ്പോൾ അവരൊന്ന് അപ്രിഷ്യേറ്റ് ചെയ്യുക, ഒരു ഗിഫ്റ്റ് കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പം ഇവരിത് റിപ്പീറ്റ് ചെയ്യാൻ, അതായത് ഈ നിർത്തുന്ന ടൈം ഡ്യൂറേഷൻ കൂട്ടാൻ അവർ ശ്രമിക്കും. അവർക്ക് ഗിഫ്റ്റ് കിട്ടും, ഒരു ഹാപ്പിനെസ്സാണ്. അങ്ങനെ നമുക്ക് ട്രൈ ചെയ്യാം. രണ്ടാമത് നമുക്ക് ട്രൈ ചെയ്യാമെന്ന് വെച്ചാൽ ഇവർക്ക് നിർത്തണം എന്ന് ആഗ്രഹമുണ്ട്. നമ്മൾ കഥകളെല്ലാം പറഞ്ഞു, ഇത് വന്നാൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാവും, പെട്ടെന്ന് നിൽക്കില്ല. അത് ആദ്യം ആലോചിക്കുക. ഇന്ന് നിങ്ങൾ കഥ പറഞ്ഞു ഇത് ചെയ്താൽ തെറ്റാണ്, ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ നാളെ നിർത്തില്ല. കാരണം ഇത് കുറേ നാൾ കൊണ്ട് അവർ ശീലിക്കുന്നതാണ്. കുറച്ച് നാൾ കൊണ്ടേ അവർ ഇത് സ്റ്റോപ്പ് ചെയ്ത് വരുള്ളൂ. അങ്ങനെ ആഗ്രഹമുള്ള കുട്ടികൾക്ക് അവരറിയാണ്ട് വീണ്ടും വീണ്ടും വെക്കും. അങ്ങനെയുള്ളവർക്ക് സപ്പോർട്ടീവായിട്ട് ഹോം റെമഡീസ് ചെയ്യാറുണ്ട്. നമ്മുടെ കായം, കയ്പുള്ള കായം അല്ലെങ്കിൽ ഇത് ആര്യവേപ്പിൻ്റെ ഇലയുടെ നീര്, ഇതെല്ലാം തമ്പിൽ പുരട്ടി കൊടുക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർ വായി വെക്കുമ്പോൾ ഈ കയ്പ് കാണുമ്പോൾ ഇവർക്കൊരു ഓർമ്മ വരും, ഓക്കെ ഇത് ചെയ്യാൻ പാടില്ല, വീണ്ടും അത് മാറ്റും. ചിലവർ ഈ ലോങ് സ്ലീവ് ടീഷർട്ട്സ് ഇടിക്കും, കയ്യേക്കാളും നീളമുള്ളത്, അപ്പോഴും ഇവർക്ക് ചെയ്യാൻ പറ്റില്ല. അതും ഒരു റിമൈൻഡർ തെറാപ്പി ആയിട്ട് പറയാറുണ്ട്. പിന്നെ ചെയ്ത് കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ മുട്ടിൻ്റെ ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു എന്തെങ്കിലും വെച്ചൊന്ന് കെട്ടിക്കൊടുക്കും. അപ്പോൾ ഇവർക്ക് മടക്കാൻ പറ്റാതെ വരുമ്പോഴും അതും റിമൈൻഡറായിട്ട് അവർക്ക് യൂസ് ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള ഹോം റെമഡീസ് യൂസ് ചെയ്തും പിള്ളേരെ നമുക്ക് സപ്പോർട്ടീവായിട്ട് കൊടുക്കാം. പിന്നെയുള്ളത് ഇവരെ കൗൺസിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒട്ടും പറ്റാത്തതാണെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞ് കൗൺസിലിംഗ് സെഷൻസ് കൊടുക്കാറുണ്ട്. ഇതൊന്നും വർക്കൗട്ട് ആവുന്നില്ലെങ്കിൽ ഡെൻറ്റിസ്റ്റിനെ കാണിച്ച് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. അതായത് വായിക്കകത്ത് വെക്കാവുന്ന അപ്ലയൻസസ് ഉണ്ട്. ഒരു ഗ്രില്ല് പോലെ വെക്കുന്ന ടങ് ക്രിബ് എന്ന് പറയും. അത് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വായിലേക്ക് കൈ വെക്കാൻ പറ്റില്ല. നമ്മുടെ മേൽ മോണയിൽ ഒരു മെറ്റലിൻ്റെ ഒരു ഗ്രില്ല് പോലെ ചെറിയൊരു ഇതുപോലെ വരും. അപ്പോൾ ഇവർക്ക് വായിൽ കൈ വെക്കാൻ പറ്റില്ല. പിന്നെ ഉള്ളത് ഇവർക്ക് ട്രെയിനിങ് അപ്ലയൻസസ് ഉണ്ട്. വായിക്ക് അകത്ത് വെച്ചിട്ട് അകത്തേക്ക് കൈ വെക്കാൻ പറ്റാത്ത രീതിയിലുള്ള ട്രെയിനിങ് അപ്ലയൻസ്, അങ്ങനെ പല അപ്ലയൻസസ് ഉണ്ട്. ഇതൊരു ഡെൻറ്റിസ്റ്റിനെ കാണിച്ച് ഒന്നും പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യിക്കേണ്ട അത്യാവശ്യമാണ്. ഓക്കെ. ഇപ്പോൾ ഈ തം സക്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഇങ്ങനെ ആ വായിൽ കൈയിടുന്ന ആ ഒരു ശീലം, വിരലിടുന്ന ആ ഒരു ശീലം വരുമ്പോഴത്തേക്കും പല്ലിൻ്റെ അലൈൻമെൻറ്റിനെ ഇത് ബാധിക്കും. അതെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഓപ്പൺ ബൈറ്റ് ആയിപ്പോൾ ബൈറ്റ് ഫുള്ള് മാറും. കംപ്ലീറ്റ് അവരുടെ ആ മേളത്തെ താടിയലിൻ്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ അങ്ങ് മാറുകയാണ്. കാരണം ഇവർ നല്ല പ്രഷറിലത് വലിക്കുന്നത്. ഇത് എത്രമാത്രം ചേഞ്ചസ് വരും എന്നുള്ളത് ഇവർ ഈ യൂസ് ചെയ്യുന്നത്, അതായത് തം സക്ക് ചെയ്യുന്നതിൻ്റെ ഫ്രീക്വൻസിയും ഡ്യൂറേഷനും അനുസരിച്ചിരിക്കും. ഫോഴ്സും ഒരുപാട് ഫോഴ്സ് കൊടുക്കുന്നവരുണ്ട്. ചില പിള്ളേർ ഫുൾ കൈ വെക്കുന്നവരുണ്ട്. മീൻസ് അവർക്കതൊരു പ്ലഷർ കിട്ടണം, ആ ഒരു ഫോഴ്സ് കിട്ടുന്നവർ അവർ അതിനനുസരിച്ച് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് എത്ര ഫോഴ്സ് കൊടുക്കുന്നു, എത്ര നേരം ഇവരിത് വെക്കുന്നു, എത്ര തവണ ഇത് വെക്കുന്നു, ഇതിനനുസരിച്ചാണ് ഈ ചേഞ്ചസ് വരുന്നത്. പക്ഷേ എങ്ങനെ വന്നാലും ഇതിന് മേളത്തെ പല്ലെല്ലാം പൊങ്ങും. കാരണം നമ്മൾ ഇങ്ങനെ പല്ലിൻ്റെ ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ പുഷ് ചെയ്യുക. അപ്പോൾ ഈ പല്ലുകൾ, മേളത്തെ പല്ലുകൾ ഫ്ലെയർ ചെയ്ത് വരും. അതുപോലെ താഴത്തെ പല്ല് ഉള്ളിലേക്കും ചിരിയും. ഇങ്ങനെ ചെരിയുന്നതോടുകൂടി നമ്മൾ ആ പ്രഷറും കൂടെ കൊടുക്കുമ്പോൾ മേൽത്താടിയിൽ പുറയിലത്തെ പല്ലുകളുണ്ടല്ലോ അതെല്ലാം കൺസ്ട്രിക്റ്റഡ് ആവും.
ചുങ്ങിപ്പോവും, ഇവിടം കൊണ്ടങ്ങ് ചുങ്ങിപ്പോകുന്ന പോലെ ആവും. ഇങ്ങനെ സംഭവിക്കുമ്പം ഇവരുടെ പെർമനൻറ്റ് ടൂത്ത് എല്ലാം വരുന്ന സമയത്ത് ഇതിന് സ്പേസ് എല്ലാം ഉണ്ടാവും. അപ്പോൾ അത് കയറി ഇറങ്ങി വരും. പിന്നെ കമ്പി ഇട്ടാലും, കമ്പി ഇട്ട് നമുക്കിത് ലെവൽ ചെയ്യാമെന്ന് വിചാരിക്കാം, പക്ഷേ കമ്പി ഇടാനുള്ള സ്പേസ് കുറയും, പല്ലുകൾ എടുക്കേണ്ടി വരും. കമ്പി ഇട്ടാലും ഇവർ ഈ ശീലം തുടർന്നു കഴിഞ്ഞാൽ വീണ്ടും ഈ പ്രശ്നത്തിലേക്ക് വരും. ഇതാണല്ലോ കോസ്, ഇത് കാരണമുണ്ടായത്. അപ്പോൾ ആ കാരണത്തിനെ ആദ്യം നമ്മൾ ക്ലിയർ ചെയ്യണം. ഇത് ക്ലിയർ ചെയ്തിട്ട് അവർക്ക് ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് ഈ അതായത് ഈ മേൽത്താടിക്ക് വീതി കൂട്ടാനുള്ള അപ്ലയൻസസ് ഉണ്ട്, ഓരോന്നിനും ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. അത് ഓരോ കേസ് അനുസരിച്ച് ഹാബിറ്റിനെ ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇത് നമ്മൾ ബ്രേക്ക് ചെയ്യണം എന്നുള്ളത് അത്യാവശ്യമാണ്. ഓക്കെ. ഇപ്പോൾ അതുപോലെ തന്നെ ചില കുട്ടികളിലുള്ള ഹാബിറ്റാണ് ഈ പെൻസിൽ കടിക്കുക, പേന കടിക്കുക എന്നുള്ളത്. അത് എത്രത്തോളം ഡേഞ്ചറാണ്? പെൻസിൽ ഇപ്പം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാം. ഇപ്പോൾ കുട്ടികളിൽ മാത്രമല്ല വലിയവരിലും ചെയ്യുന്നവരുണ്ട്, അത് കണ്ടിന്യൂ ചെയ്ത് വലിയവരിലും ചെയ്യുന്നവരുണ്ട്. പേന, പെൻസിൽ, അല്ലെങ്കിൽ ഇവർ ബോട്ടിൽസ് ഓപ്പൺ ചെയ്യും, ചിലർ ഐസ് കടിക്കും, ചിലർ വളരെ റെയറായിട്ട് കണ്ടിരിക്കുന്ന അരി, വേവിക്കാത്തല്ല വെറും അരി കടിക്കുന്നവർ, ചൂ ചെയ്യുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ കടിച്ച് തുറക്കുക അല്ലെങ്കിൽ കടിക്കുക, ഇത് ക്രാക്ക് വരും, ഇനാമൽ ക്രാക്സ് വരും. നമ്മളിപ്പം പെൻസിൽ, പേന, ചിലവർ നീഡിൽ കടിക്കും. ഈ കൂടുതലും തുന്നുന്നവരൊക്കെ ആയിരിക്കാം, അവരിങ്ങനെ കടിച്ച് പിടിക്കാനുള്ള ഇത് കടിച്ച് പിടിക്കും, കടിച്ച് തുറക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഓപ്പൺ ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ സ്ക്രൂ കടിച്ച് പിടിക്കുന്ന ശീലമുള്ളവരുണ്ട്. ഇതിനൊക്കെ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ കടിക്കുന്നവരെ പൊട്ടിക്കൊണ്ടിരിക്കും. അവരുടെയൊക്കെ ഫ്രണ്ട് പല്ല് ശ്രദ്ധിച്ചാൽ ഒരു ചെറിയ നോച്ച് പോലെ ഉണ്ടാവും, ഇത് കടിച്ച് കടിച്ച് പൊട്ടുന്നതാണ്. ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞോട്ട് ഈ ബോട്ടിൽ ഓപ്പൺ ചെയ്യുക, കൂടുതലും അണപ്പല്ല് ഭാഗത്ത് വെച്ചിട്ടായിരിക്കും ഓപ്പൺ ചെയ്യുന്നത്, സോഡാ ബോട്ടിൽസൊക്കെ. അതൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ പല്ല് ക്രാക്കായി പോകും, ക്രാക്ക് ടൂത്ത് സിൻഡ്രോം എന്നൊക്കെ പറയും. പല്ല് പൊളന്നു പോകും. ആ ക്രാക്കിനനുസരിച്ച് ചിലപ്പോൾ പല്ലിനെ എടുത്ത് കളയേണ്ട അവസ്ഥ വരെ വരും. അത്ര നല്ല സിവിയർ പെയിനും ആയിരിക്കും. ഐസ് കടിക്കുമ്പോഴും ഇതേ അവസ്ഥയാണ്. ഇത് നമ്മളൊട്ടും സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഇതങ്ങനെ ഫോളോ ചെയ്യാതിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം നിങ്ങളുടെ പല്ലിൻ്റെ ഹെൽത്ത് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇത് നിർത്തിയിരിക്കണം. ഓക്കെ ഡോക്ടർ, അതുപോലെ തന്നെ കുട്ടികളുണ്ടാകുന്ന ചില ഹാബിറ്റ്സ് ആണ് അവർ നാക്ക് തള്ളിക്കൊണ്ട് സംസാരിക്കുക. പിന്നെ കഴിക്കുന്ന സമയത്താണെങ്കിലും ചിലരിങ്ങനെ നാക്ക് തള്ളാറുണ്ട്. അത് നല്ല ഹാബിറ്റാണോ? നാക്ക് തള്ളുക എന്ന് പറയുമ്പോൾ ടങ് ത്രസ്റ്റിംഗ് നമ്മൾ പറയും. ടങ് ത്രസ്റ്റിംഗ് എന്താണെന്ന് വെച്ചാൽ, അതായത് നമ്മുടെ കുട്ടിക്കാലത്ത് പല്ലൊക്കെ വരുന്നതിന് മുമ്പ്, കുഞ്ഞ് കുട്ടിയായിരുന്ന സമയത്ത് അവർക്ക് സക്ക് ചെയ്യണമെങ്കിൽ നമുക്കൊരു സീല് വേണം. അതായത് വായിലൊരു സീല് വന്നാൽ ഒരു പ്രഷർ കിട്ടുള്ളൂ, സക്ക് ചെയ്യാൻ പറ്റും. ഇവരുടെ മോണ തമ്മിൽ ജോയിൻ്റ് ആവാത്തതുകൊണ്ട് ആ സമയത്ത് ഇൻഫൻറ്റൈൽ സ്വാളോ എന്ന് പറയും, വിഴുങ്ങാൻ വേണ്ടി നാക്കിനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്ന ഒരു സീലുണ്ടാക്കും, എന്നിട്ടാണ് ഇത് വിഴുങ്ങുന്നത്. ഇതാണ് നോർമൽ എല്ലാ കുട്ടികളിലും ഉണ്ടത്, പല്ല് വരുന്നതിന് മുമ്പുള്ളത്. ഇത് പേഴ്സിസ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ഈ ശീലമായി മാറും. ഇത് പേഴ്സിസ്റ്റ് ചെയ്ത് നിർത്താൻ പറ്റാതെ ശീലമായി മാറുകയാണെങ്കിൽ സംസാരിക്കുമ്പോൾ പല്ലുകളുടെ ഇടയിലേക്ക് നാക്ക് ഇങ്ങനെ തള്ളിക്കൊണ്ടേയിരിക്കും. പിന്നെ നാക്കിനൊരു ശീലമുണ്ട്, എവിടെ ചെറിയ ഗ്യാപ്പ് കണ്ടാലും അവിടെ പോയിരിക്കും. ശ്രദ്ധിച്ചറിയാം, നമ്മുടെയൊക്കെ വായിൽ ഇപ്പോൾ ഒരു പല്ല് എടുത്തിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അറിയാണ്ട് ഈ നാക്ക് അവിടെ പോയി തപ്പിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതാണ്. നാക്ക് ഭയങ്കര സെൻസിറ്റീവാണ്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇങ്ങനെ പല്ല് എടുത്തിട്ടാണേലും അവിടെ പോയി തള്ളിക്കൊണ്ടിരിക്കും. അതായത് ഒരു അൺനെസസറി ഫോഴ്സ് അവിടെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. ഇതും പല്ലിനെയൊക്കെ പൊന്തിക്കാനുള്ള കാരണമാവും. പല്ല് പൊന്തും, ഇങ്ങനെ പ്രഷർ അപ്ലൈ ചെയ്തുകൊണ്ട് പല്ല് പൊന്താണ്. ഇതിന് വേറൊരു പ്രശ്നം വരുന്നുണ്ട്. പല്ല് പൊന്തുന്നതിനുപരി ഇവർക്ക് സംസാരിക്കുമ്പം ക്ലാരിറ്റി ഉണ്ടാവില്ല. ഇത് പെർസിസ്റ്റ് ചെയ്ത ലിസ്പിംഗ് എന്ന് പറയും, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പലരും സംസാരിക്കുമ്പോൾ ഈ സാ വരുന്നതൊക്കെ സാ എന്നുള്ളത് സാ എന്നായി പോകും. അത് ഇതിൻ്റെ പ്രശ്നം. അതായത് അവരുടെ സ്പീച്ചിൻ്റെ ക്ലാരിറ്റി പോയത് ടങ് ത്രസ്റ്റിംഗ് കാരണം. ടങ് ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് കൊണ്ടും ഇങ്ങനെ ഉണ്ടാകാറുണ്ട്. പിന്നെ ഇവർക്കും, അതായത് ഈ പറഞ്ഞ 3 മെയിൻ ഹാബിറ്റ്, 1 മൗത്ത് ബ്രീത്തിങ്, 2 തം സക്കിങ്, 3 ടങ് ത്രസ്റ്റ്, ഇത് 3 ഇൻ്റർ കണക്റ്റഡാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വരും. ഇപ്പോൾ തം സക്കിങ് ഒരുപാടുള്ള ആൾക്ക് ബാക്കി 2ഉം വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത് ചെയ്യുന്തോറും ഈ പല്ലിൻ്റെയും മോണയുടെയൊക്കെ മാറ്റങ്ങൾ വരുമ്പോൾ ഇത് മറ്റേതിലേക്ക് വഴിതിരിക്കും. അതായത് മൗത്ത് ബ്രീത്തിങ് ഇപ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ ഷോർട്ട് അപ്പർ ലിപ്പ് എന്ന് പറയും. ഈ മേളത്തെ ചുണ്ടിന് നീളക്കുറവ് വരുന്നവർക്ക് മൗത്ത് ബ്രീത്തിങ് കാണിക്കും. അവർ ഈ ഷോർട്ട് അപ്പർ ലിപ്പ് ആയതുകൊണ്ട് ഇവരിൽ ടങ് ത്രസ്റ്റിങ്ങിലേക്കും സ്പ്രെഡ് ആവാൻ ചാൻസസ് ഉണ്ട്. കാരണം പല്ല് പൊങ്ങിയിട്ടുണ്ടാവും, അങ്ങനെ വരും. ഈ കൈ പിടിക്കുന്നവരിൽ പല്ല് പൊങ്ങുന്നതുകൊണ്ട് അപ്പർ ലിപ്പ് ഷോർട്ടായിരിക്കും, അടയ്ക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളവരിൽ മൗത്ത് ബ്രീത്തിങ്ങിലേക്ക് വരും. ഇത് ഇൻ്റർ കണക്റ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. ഈ ടങ് ത്രസ്റ്റിങ്ങിൽ പറയുമ്പോൾ അതിനകത്ത് നമുക്ക് ചെയ്യാൻ അപ്ലയൻസസ് ഉണ്ട്. അതുപോലെ നാക്ക് എവിടെ വെക്കണം, നാക്കിൻ്റെ ലിമിറ്റ് അറിയിക്കുന്ന അപ്ലയൻസസ് ഉണ്ട്. ഇപ്പോൾ കൈ പിടിക്കുമ്പം നമ്മൾ ചെയ്യാൻ പറ്റുന്ന അപ്ലയൻസ് എന്ന് പറഞ്ഞാൽ ടങ് ക്രിബ്. ഇത് തന്നെ നമുക്ക് ടങ് ത്രസ്റ്റിങ്ങിന് കൊടുക്കാം. കാരണം അതൊരു ഗ്രില്ലാണ്. അവിടെയാണ് നാക്കിൻ്റെ പൊസിഷൻ എന്ന് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു ഗ്രില്ല, ഒരു പോയിൻ്റാണ്. അവിടെ അതിനപ്പുറത്തേക്ക് നാക്ക് വരില്ല.
അപ്പോൾ ഈ അൺനെസസറി ഫോഴ്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഈ ടങ് ത്രസ്റ്റിങ്ങിലും ഇതേപോലെ തന്നെ നമ്മുടെ താടിയെല്ലാം ചുരുങ്ങും, അതായത് അതിൻ്റെ വീതി കുറയും. അതുപോലെ പല്ലിൻ്റെ അലൈൻമെൻറ്റ് മുഴുവൻ തെറ്റും. പുതിയ വരുന്ന പല്ലിന് സ്പേസ് കിട്ടാനുള്ള ചാൻസ് കുറയും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഇൻ്റർകണക്ട് ചെയ്ത് വരും. ഇതിനകത്ത് നമുക്ക് വീട്ടിൽ ചെയ്യാൻ കുറച്ച് എക്സസൈസസും ഉണ്ട്. ഞാൻ പറഞ്ഞു തരാം. കുറച്ച് എക്സസൈസസ് നമുക്കിതിൽ ആദ്യം ചെയ്ത് ട്രൈ ചെയ്യാം. പിന്നെ പിള്ളേരെ കൗൺസിൽ ചെയ്യിക്കുക. ഇതെല്ലാ ഹാബിറ്റ്സിനും നമുക്ക് ചെയ്യേണ്ട, അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കുക. ഇങ്ങനെ നാക്ക് തള്ളുന്നുണ്ട്, അങ്ങനെ ചെയ്യാതിരിക്കുക എന്നുള്ള പറഞ്ഞ് മനസ്സിലാക്കി. അത് റിപ്പീറ്റഡ് ആയിട്ട് വേണം, ഒരു ദിവസം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അവർ തന്നെ കുറച്ച് ട്രൈ ചെയ്യാൻ ശ്രമിക്കും. അതും നമുക്ക് ആവശ്യമാണ്. ഡോക്ടർ, കുട്ടികളിലെ ഇത്തരത്തിലുള്ള ഹാബിറ്റ്സ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ പാരൻസിന് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ടിപ്സ് എന്തൊക്കെയാണ്? ആദ്യം ഇത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇതെന്താണ്, ഇവർക്കിങ്ങനെ പ്രശ്നമുണ്ടോ? ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ചുമ്മാതെ തുപ്പൽ, നമ്മൾ നോർമലി ഒരാൾ തുപ്പൽ ഇറക്കുമ്പോൾ നമ്മുടെ ലിപ്പും താടിയൊന്നും അധികം മൂവ് ചെയ്യില്ല, ചുമ്മാ വെറുതെ സോൾ ചെയ്യും. പക്ഷേ ഈ ടങ് ത്രസ്റ്റിംഗ് ഉള്ളൊരു സോൾ ചെയ്യുമ്പോൾ നമുക്ക് കണ്ടറിയാം ഇങ്ങനെ ചുണ്ടും എല്ലാം വളരെ ഒന്ന് ടൈറ്റ് ആയിട്ടാവുക. ഇങ്ങനെ ആയിരിക്കും അവർ ഇറക്കുന്നത്, കാരണം അവർക്ക് ആ സീല് കിട്ടാൻ വേണ്ടി നാക്ക് തള്ളുന്നുണ്ട്. ഇത് പേരൻസ് നോക്കുക. ഇവർ സംസാരിക്കുമ്പോൾ ഇവർ പിള്ളേർ അറിയാണ്ട് വേണേ നോക്കാൻ. അവർ കോൺഷ്യസ് ആവരുത്. വാ തുറന്നാണോ ഇരിക്കുന്നത്, കിടക്കുമ്പോൾ വാ തുറന്നാണോ ഉറങ്ങുന്നത്, അതുപോലെ വിരൽ പിടിക്കുന്നത്, ഇതൊക്കെ ഇവരൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ ചെന്ന് കുറച്ച് എക്സസൈസസ് നമുക്ക് പറയാം. എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവർക്ക് സ്വോളോയും കറക്റ്റ് ആവുന്നില്ല, നാക്ക് തള്ളിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ മേൽനിരയിലെ പല്ലിൻ്റെ തൊട്ട് പുറകിലുള്ള മോണയിൽ, അതായത് മേൽനിരയിലെ പല്ലിൻ്റെ പുറകിലും അതിൻ്റെ മേളിലുമായിട്ടായിരിക്കും വരിക. അവിടെ നാക്കുകൊണ്ട് തൊടുക. റോഷൻ ചെയ്ത് നോക്കിയോ, അതിൻ്റെ ബാക്കിൽ നാക്കുകൊണ്ട് ടച്ച് ചെയ്യുക, മേളിൽ, ജസ്റ്റ് മേളിൽ, അതായത് നമ്മുടെ ഫ്രണ്ട് പല്ലിൻ്റെ തൊട്ട് ബാക്കിൽ മേളിലും ടച്ച് ചെയ്യുക. എന്നിട്ട് അവിടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നാക്കൊന്ന് ഇങ്ങനെ ഫ്ലാറ്റ് ആകുന്ന ഫീൽ ചെയ്യും. എന്നിട്ട് ചുണ്ട് ക്ലോസ് ചെയ്ത് പിടിച്ചുകൊണ്ട് തുപ്പലിറക്കുക. സാധാരണ ഇറക്കുന്നുണ്ട് ഇറക്കിയാൽ മതി. ഇങ്ങനെ അവരെ ശീലിപ്പിക്കണം. ഇതാകുമ്പോൾ അവർക്ക് കറക്റ്റായിട്ട് എവിടെ നാക്കിരിക്കണം എന്നുള്ള ശീലം വരുത്താൻ പറ്റും. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ബ്രീത്തിങ് എക്സസൈസ്. ഇതേപോലെ തന്നെ ടങ് പൊസിഷൻ ചെയ്യുക, എന്നിട്ട് ലിപ്പ് ക്ലോസ് ചെയ്യുക. അങ്ങനെ ക്ലോസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മുടെ മറ്റേ ഐസ്ക്രീം സ്റ്റിക്കില്ലേ, സ്പൂണല്ല നീളമുള്ളത്, അതൊരെണ്ണം ലിപ്പിൻ്റെ ഇടയിൽ കൊടുക്കുക. അത് പിടിക്കാൻ പറയും ലിപ്പ് കൊണ്ട്. എന്നിട്ട് ബ്രീത്ത് ചെയ്യാൻ പറയും. സ്ലോ ആൻഡ് ഡീപ്പ് ബ്രീത്ത് ചെയ്യാൻ പറയാം. ഇത് താഴെ പോകരുത്, നാക്ക് അവിടെ നിന്ന് മാറരുത്. ഈ ബ്രീത്തിങ് എക്സസൈസ് ഇവർക്ക് നേസൽ ബ്രീത്തിങ്ങിനെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ചിലത് കണ്ടിട്ടുണ്ട്, ചിലവർ ചെയ്യുന്നത് രാത്രി കിടക്കുമ്പോൾ ലിപ്പ് ടേപ്പ് ചെയ്യാം. അതും ഹെൽപ്ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ട്. ലിപ്പ് ടേപ്പ് ചെയ്തിട്ട് ഇത് നേസൽ ഒബ്സ്ട്രക്ഷൻ ഇല്ല എന്ന് ഉറപ്പാക്കിയിട്ട് വേണം ചെയ്യാൻ. ലിപ്പ് ടേപ്പിംഗ് ഒക്കെ ENT കാണിച്ച് മൂക്കിൽ കൂടെ ശ്വാസം എടുക്കാൻ ആൾക്ക് പ്രശ്നമില്ലെന്ന് ഉറപ്പാക്കണം. ഇല്ലെങ്കിൽ ഇത് ടേപ്പ് ചെയ്ത് വെക്കും, മൂക്കിൽ കൂടെ ശ്വാസം എടുക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടുതൽ പ്രശ്നത്തിലേക്ക് വരും. പൊതുവെ അങ്ങനെ വരുന്നത് ഈ പല്ലുന്തിയിരിക്കുന്നവർക്കല്ലേ എങ്ങനെ ഈ ടാപ്പ് യൂസ് ചെയ്യുന്നത്? അല്ല, ടേപ്പ് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ വായിക്കൂടെ എടുക്കരുത് എന്നുള്ള റിമൈൻഡർ ആയിട്ടാണ്. മനസ്സിലായോ? മൂക്കിലൂടെ എടുക്കണം, വായിൽ കൂടെ എടുക്കരുത് എന്നൊരു റിമൈൻഡർ ആയിട്ടാണ് ടേപ്പ് കൊടുക്കുന്നത്. എന്നിട്ട് അപ്പോൾ നമുക്ക് നോർമലി ബോഡിയുടെ ശീലം മാറും, മൂക്കിലൂടെ എടുക്കാം എന്നായി മാറും. അതിനുവേണ്ടി ടേപ്പ്. ഇപ്പം പല്ല് ഉന്തിയവർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓറൽ സ്ക്രീൻ അപ്ലയൻസസുകളുണ്ട്. ഓറൽ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഷീൽഡ് പോലെ ഇരിക്കും. ഇത് പല്ലിൻ്റെയും ചുണ്ടിൻ്റെ ഇടയിൽ വെക്കുന്ന ഒരു അപ്ലയൻസ് ആണ്. ജസ്റ്റ് ഒരു ഷീൽഡ് രാത്രി കിടക്കുമ്പോൾ വെക്കുക. ഇത് ടേപ്പിൻ്റെ ഇതേപോലത്തെ തന്നെ എഫക്റ്റാണ് അതും ചെയ്യുന്നത്. ബ്രീത്ത് ചെയ്യാൻ സമ്മതിക്കത്തില്ല വായിക്കൂടി, അപ്പോൾ മൂക്കിൽ കൂടെ ആയി മാറും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഹാബിറ്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ ഈ ഹാബിറ്റ് കാരണം വന്ന പല്ലിൻ്റെ ഉന്തൽ കുറച്ചൊന്ന് കുറയും. പിന്നെ നമ്മൾ പറഞ്ഞു വന്ന എക്സസൈസിൽ പറയാവുന്നത് ക്യാൻഡി എക്സസൈസ് ഉണ്ട്. ഈ നമ്മൾ നാക്ക് വെച്ച പൊസിഷനിൽ ഒരു മുട്ടായി, ഏതെങ്കിലും ചെറിയ മുട്ടായി വെച്ചിട്ട് അതിനെ പുഷ് ചെയ്ത് പിടിക്കാൻ പറയുക. എന്നിട്ട് സോളോ ചെയ്യാൻ പറയുക. മുട്ടായി അല്ല, തുപ്പൽ സോളോ ചെയ്യാൻ പറയുക. അങ്ങനെയും ഇവരെ സോളോ എക്സസൈസ് കൊടുക്കാൻ പറ്റും. പിന്നെ ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു കൂട്ടി തംസക്കിങ്ങിന് അവർക്ക് ടേപ്പ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ കായം തേച്ച് കൊടുക്കുക. ഇതൊക്കെ അവരോട് കൗൺസിൽ ചെയ്ത് അവരോട് സംസാരിക്കണം ആദ്യം. ഇങ്ങനെ നിങ്ങൾക്ക് ശീലമുണ്ട്, ഇതിങ്ങനെ വന്ന പ്രശ്നം, കഥകൾ പോലെ പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ ഹാർഷായിട്ടല്ല, ഒരു എന്താ പറയുക ഫാൻറ്റസി കഥകൾ പോലെയൊക്കെ പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഇവർക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് അവർ തന്നെ നിർത്തണം എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് എത്തിക്കുക. അത് കഥകളൊക്കെ പറഞ്ഞ് കൗൺസിൽ ചെയ്തിട്ട്. എന്നിട്ട് അവർക്ക് റിമൈൻഡറായിട്ട് ചെയ്യാൻ വേണ്ടി ഈ ടേപ്പ് ചെയ്ത് കൊടുക്കാം നമ്മുടെ കൈവിരൽ. അപ്പോൾ അത് കൊണ്ടുപോകുമ്പോൾ ടേപ്പിലാകുമ്പോഴത്തേക്ക് അവർക്ക് തോന്നും ഓക്കെ ചെയ്യാൻ പാടില്ല, റിമൈൻഡർ എഫക്റ്റ് കിട്ടും. ഇങ്ങനെ ചെയ്ത് തംസക്കിങ്ങിന് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. തംസക്കിങ് ആയി, മൗത്ത് ബ്രീത്തിങ് ആയി, ടങ് ത്രസ്റ്റിങ്ങിന് ഉള്ള എക്സസൈസുമായി. ഇതിനെല്ലാം കോമൺ ആയിട്ട് കാണുന്ന ഈ ലിപ്പിൻ്റെ ലെങ്ത് കുറവ്, ലിപ്പ് എക്സസൈസസ്. ഈ ലിപ്പിന് ലെങ്ത് ഇല്ല എന്നൊരു പ്രശ്നം വരാം. ലിപ്പ് എക്സസൈസ് ചെയ്യിക്കണം. ലിപ്പ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന ഒരെണ്ണം എങ്ങനെയാണെന്ന് വെച്ചാൽ വിസിലിംഗ് ചെയ്യിക്കാം.
സാധാരണ വിസിലിംഗ് ചെയ്യിക്കുക. അതുപോലെ ഈ ലിസ്പിംഗ് മാറി നേരെ ടങ് ത്രസ്റ്റ് ചെയ്തിട്ട് സാന്ന് വരുന്നത് മാറാനായിട്ട് 61 മുതൽ 69 വരെ ഇംഗ്ലീഷിൽ കൗണ്ട് ചെയ്യുക ഇടയ്ക്കിടയ്ക്ക്. 61, 62 കറക്റ്റ് പൊസിഷനിൽ വെച്ച് വേണം. സാന്നായി പോകരുത്. പൊസിഷനിൽ വെച്ച് അത് ട്രെയിൻ ചെയ്യുക. 61 അങ്ങനെ വരരുത്, 61, 62 എന്നുള്ള രീതിയിൽ 69 വരെ ആ 666 എന്ന് വരാൻ വേണ്ടിയിട്ട് അത് കൗണ്ട് ചെയ്യിക്കാം. പിന്നെ ചെയ്യാവുന്നൊരു നമ്മൾ യൂഷ്വലി പറഞ്ഞു കൊടുക്കുന്ന കോമൺ എക്സസൈസ് ടഗ് ഓഫ് വാർ എന്ന് പറയാം. അതായത് നമ്മുടെ ചുണ്ടിനെ കൊണ്ടൊരു ഞാൻ ചെയ്യിച്ച് കാണിച്ചത് ഞാനൊരു അതായത് നമ്മളിപ്പം ഒരു ത്രെഡിനകത്ത് ഒരു ബട്ടൺ, ഞാനിവിടെ ഒരു ബോട്ടിൽ ക്യാപ്പ് യൂസ് ചെയ്തേക്കുന്നത്, ഒരു ബട്ടൺ കിട്ടുക. എന്നിട്ട് ഇത് പിടിച്ചോ, ഞാൻ പറഞ്ഞുതരാം. ഈ ബട്ടനെ നമ്മുടെ ടീത്തിൻ്റെയും ലിപ്പിൻ്റെ ഇടയ്ക്ക്, അതായത് 2 ലിപ്പ് കൊണ്ട് ഈ ബട്ടറെ പിടിക്കണം. വായിക്കകത്തായിരിക്കും ഈ ബട്ടൺ, ടീത്തിൻ്റെ ഫ്രണ്ടില് ലിപ്പിൻ്റെ ഉള്ളിൽ വെച്ചോളൂ. ഇങ്ങനെയല്ലേ വെച്ചോ. ആ ലിപ്പ് കൊണ്ട് അതിനെ ക്ലോസ് ചെയ്ത് പിടിക്കുക. ഓക്കെ. എന്നിട്ട് ഈ നൂലിനെ വലിക്കണം, പക്ഷേ ആ ബട്ടൺ വെളി വരരുത്. എന്നിട്ട് 20 വരെ കൗണ്ട് ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. ഇനി ഇതിനെ വലത്തെ സൈഡിലേക്ക് മാറ്റുക, പുള്ള് ചെയ്യുക. വലത്തെ സൈഡിലേക്ക് പുള്ള് ചെയ്തോ. ഏതെങ്കിലും ഒരു സൈഡിലേക്ക് പുള്ള് ചെയ്യുക. സൈഡിലേക്ക് പോട്ടെ. ഈ സാധനവും മാറണം, ഈ സാധനവും വലത്തോട്ട് മാറണം. ഇനി പുള്ള് ചെയ്യുക. അതുപോലെ 20 അങ്ങോട്ട്, തിരിച്ചിപ്പുറത്തേക്കും 20. ഇത് നമ്മുടെ ലിപ്പ് മസിൽസ് എടുത്തോ. ഇത് നമ്മുടെ ലിപ്പ് മസിൽസിൻ്റെ സ്ട്രെങ്ത് കൂട്ടാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് ഇവരുടെ ലിപ്പ് കുറച്ചുകൂടെ സ്ട്രെങ്ത് ആകുകയും ലിപ്പിന് ലെങ്ത് വെക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ എക്സസൈസസ് ചെയ്യാം വീട്ടിൽ ചെയ്യാമെന്ന് അത്രേ ഉള്ളൂ. ബാക്കി നിങ്ങളുടെ ഡെൻറ്റിസ്റ്റിൻ്റെ ഹെൽപ്പോടുകൂടി അത് നിർത്താനുള്ള അപ്ലയൻസസ് യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ ഡോക്ടർ, ലാസ്റ്റായിട്ട് ഈ കുട്ടികളുടെ ഡെൻ്റൽ ഹാബിറ്റ്സിനെ കുറിച്ച് പാരൻസ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെ പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഇതൊരു 3 വയസ്സ് വരെയൊക്കെ ആണെങ്കിൽ ഇറ്റ്സ് ഫൈൻ, കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് കുട്ടിയല്ലേ തന്നെ മാറും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കരുത് ഫുൾ ടൈം. അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അവർക്ക് അവരുടേതായ ഒരു കെയർ അല്ലെങ്കിൽ ഒരു പരിഗണന കൊടുക്കുക. അങ്ങനെ പരിഗണന കൊടുക്കുമ്പോൾ തന്നെ അവരെ, അതായത് ഈ തം സക്കിങ് പോലുള്ള ഹാബിറ്റ് കുറയും. ശ്രദ്ധിച്ചറിയാം, പല കുട്ടികളും സ്കൂളിൽ പോയി തുടങ്ങുക അല്ലെങ്കിൽ അവരുമായിട്ട് പേരൻസ് ഇൻട്രാക്ട് ചെയ്ത് കളിക്കുമ്പോഴും ഒക്കെ ഇവർ ചെയ്യുന്നുണ്ടാവില്ല. അവരെ വെറുതെ ഇരുത്താതിരിക്കുക, എൻഗേജ് ചെയ്യിച്ചുകൊണ്ടിരിക്കുക, പല കാര്യങ്ങളും എൻഗേജ് ചെയ്യുക, അവരെയും കൂടെ കൂട്ടുക. എല്ലാത്തിനും പേരൻസ് അവർക്ക് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. ഇത് പറഞ്ഞു വരുമ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പം ഇതിലും വലിയൊരു ഹാബിറ്റ് ആയിട്ടുണ്ട് മൊബൈൽ ഫോൺ യൂസ്. അത് ഹാബിറ്റ് അല്ല, ശരിക്കും ഒരു ട്രോമയാണ്, സൈക്കോളജിക്കൽ ട്രോമയാണത്. ഈ റീൽസാണ് ഏറ്റവും പ്രശ്നം. കാരണം നമ്മുടെ മെമ്മറി, അത് വലിയവരിലും മെമ്മറിയെ ഭയങ്കര ഷോർട്ട് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളാണെങ്കിലും ഒരു യൂട്യൂബ് വീഡിയോ, വലിയ വീഡിയോസ് ഒറ്റ മനുഷ്യർ ഇപ്പോൾ കാണില്ല. പണ്ട് അതേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയാം, നമ്മളൊരു സിനിമ തിയേറ്ററിൽ പോയാൽ മുഴുവൻ കാണും ഇല്ലേ? നമ്മൾ മൊബൈലിലാണ് കാണുന്നെങ്കിലോ സ്കിപ്പ് ബട്ടൺസ് ആണ് നോക്കിയിരിക്കുന്നത്. എല്ലാം സ്കിപ്പ് ചെയ്യും. എന്തുകൊണ്ടാണ്? നമ്മുടെ ബ്രെയിൻ അങ്ങനെ ട്രെയിൻഡായി. നമുക്ക് ഒരുപാട് നേരം ഒന്നിനും ഇരിക്കാൻ പറ്റില്ല, റെസ്റ്റ്ലെസ് ആവും. പാട്ട് വന്നാലും മിക്കതും ഓടിച്ചോടിച്ച് വിടും, അടുത്ത് എന്താണെന്നുള്ള കണ്ട് തീർക്കാൻ വേണ്ടി. ആ ഒരു ടെൻഡൻസിയിലേക്ക് മാറി. പണ്ട് കളിക്കാൻ വിട്ടിരുന്നവർ ഇപ്പോൾ കളിക്കാൻ പോകരുതെന്ന് പറയുന്ന ടെൻഡൻസിയിലായി. കാരണം അവർക്ക് ഇൻഫെക്ഷൻ വരുമെന്നുള്ള പേടി. പക്ഷെ ഇത് തിരിച്ച് ചിന്തിക്കണം. കുട്ടിക്കാലത്ത് ഇവരിതെല്ലാം കളിച്ചും അറിഞ്ഞും വളർന്നാലേ അവർക്ക് ഇമ്മ്യൂണിറ്റി വരുള്ളൂ. എനിക്ക് തന്നെ അങ്ങനെ ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. പേഷ്യൻ്റ് എന്നല്ല പറയുക, ഇങ്ങനെ ഒരു കുട്ടി, അവർ പേരൻസിനോട് സംസാരിച്ചപ്പം ആ കുട്ടിയെ കുറേ നാൾ ഇൻഫെക്ഷൻ വരും, അല്ലെങ്കിൽ കോവിഡ് ടൈമൊക്കെ ആയിരുന്നു, പുറത്ത് വിടാണ്ടിരുന്നു. അങ്ങനെയൊക്കെ ഇരുന്നപ്പോൾ ഇവർ സ്കൂളിൽ പോകാൻ തുടങ്ങുമ്പോൾ എന്നും അസുഖമാണ്, എന്നും ഇൻഫെക്ഷൻസാണ്. കാരണം ഇവന് ഇമ്മ്യൂണിറ്റി ഇല്ല. ഇമ്മ്യൂണിറ്റി ഒരു ഫാക്ടറായിട്ട് അതിനകത്ത് വരുന്നുണ്ട്. അങ്ങനെ ഇവരെ വളർത്തുന്നതുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ മൊബൈൽ അഡിക്റ്റ് ആക്കുന്നത് കൊണ്ട്. മൊബൈൽ മാറ്റിയിട്ട് നിങ്ങളും കൂടെ കളിക്കാൻ വിട്ടു, കളിക്കുന്ന സാധനങ്ങൾ മേടിച്ചു കൊടുക്കാം. ഈ സോഷ്യൽ മീഡിയയിലേക്ക് അധികം കൊണ്ടുവരാതിരിക്കുക, അവരുടെ കൈയും കൂടെ എൻഗേജ് ആക്കുക. ഇങ്ങനെ അവരെ എൻഗേജ് ചെയ്യുക, അവർക്ക് കുറച്ച് സമയം കൊടുക്കുക. നമ്മൾ മാത്രം ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഓക്കെ ഡോക്ടർ, എന്തായാലും ഡെൻ്റൽ റിലേറ്റഡ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളുടെ ഹാബിറ്റ്സിനെ കുറിച്ചാണ് സംസാരിച്ചത്. അപ്പോൾ ഇനിയും നമുക്ക് പല രീതിയിലുള്ള ടോപ്പിക്സ് ഡെൻ്റൽ റിലേറ്റഡുമായിട്ട് എത്തേണ്ടതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.